അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വെക്കേഷനാണ്. വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുള്ള സമയമാണ് അധികവും ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ വീടുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഒരു എപ്പിസോഡ്. നമ്മളെല്ലാവരും ഹാപ്പിനെസ് തേടുന്ന ഒരു സമയത്താണുള്ളത് അല്ലേ. എല്ലാവർക്കും സന്തോഷം ആവശ്യമാണ്. ആ സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ വീട് എന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ സാസർ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ സാസറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. സാസർ, വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായാൽ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഏറെ ഉപകരിക്കുമെന്നുള്ളതാണ്. രക്ഷിതാക്കൾ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഈ കുട്ടികളുടെ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, മറ്റു വിദ്യാലയങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തുറന്നാൽ അത്രയും നന്നായിരുന്നു എന്ന് പറയുന്ന ചില രക്ഷിതാക്കളെ നമുക്ക് കാണാം. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച്, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ആ ഒരു ചർച്ച അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ തുടങ്ങാൻ തോന്നുന്നുണ്ട്. വീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഇസ്ലാം വീടിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സമാധാനത്തിൻ്റെ ഗേഹം, മസ്കൻ. ഈ മസ്കൻ എന്നുള്ള പ്രയോഗം തന്നെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഉള്ള ഒരു ഇടം, അതാണല്ലോ മസ്കൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷം സമാധാനം നൽകുന്ന അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ ഫാസ്റ്റായി റൺ ചെയ്യാണ്. ഇതിനിടയിൽ വീടുകളിൽ ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വെക്കേഷൻ പീരീഡിൽ ഈ ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ടും റെലവൻ്റാണ്, അല്ലെങ്കിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വീടുകളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സമാധാനം കളയുന്ന ഫാക്ടേഴ്സ് എന്താണ്, ആരാണ് മാറേണ്ടത്, ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള കാരണങ്ങളെ നമ്മൾ ശരിക്കും അനലറ്റിക്കൽ സ്റ്റഡി, വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. തീർച്ചയായും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്, വീട് അത് സംവിധാനിക്കേണ്ടത് എങ്ങനെയാണ്, സമാധാനത്തിലേക്ക് വീടിനെ എത്തിക്കേണ്ടത് എങ്ങനെയാണ്, സന്തോഷം വിടരുന്ന ഒരിടമായി ഗൃഹാന്തരീക്ഷത്തെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത്, ഇതൊക്കെ ഇന്നത്തെ ചർച്ചയിൽ തീർച്ചയായും വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനുള്ളൊരു കാരണം, ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കേരളത്തിൽ ഒരുപാട് വീടുകൾ വളരെ ദാരുണമായ ചില സംഭവങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മക്കളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് പരാതിയാണ്, രക്ഷിതാക്കളെക്കുറിച്ച് മക്കൾക്ക് പരാതിയാണ്. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സാഹോദര്യവും ഉണ്ടാവേണ്ട വീടുകൾക്ക് പകരം ഇന്ന് പരസ്പരം കലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളും പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു ആസ് എ കൗൺസിലർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരുപാട് അനുഭവങ്ങൾ ഈ മേഖലയിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടുകളിൽ ആദ്യം എനിക്ക് തോന്നുന്നത് ഒരു സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്താൽ ആ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും എന്ന് തോന്നുന്നു. ഈ സമാധാനം എന്നുള്ളത് ഒരു മാനസികാവസ്ഥയാണല്ലോ അല്ലേ. ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ, വീടുകളിലൊക്കെ സമാധാനം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ മിസ്സിംഗ് ആണ് അല്ലേ. പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. ആശയം പങ്കുവെക്കാൻ വേണ്ടി ഏറ്റവും നൂതനമായ ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പണ്ടെല്ലാം ഒരു വിവാഹം അറിയിക്കാൻ വേണ്ടി, വിളിക്കാൻ വേണ്ടി മണിക്കൂറുകൾ യാത്ര ചെയ്യണമായിരുന്നു. ഇന്ന് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരാളെ ഇൻഫോം ചെയ്യാം.
എല്ലാ കാര്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്സിംഗ് ആണ്. മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ അകം ഈ സമാധാനപൂരിതമാക്കുന്നത് ഒരാളുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റൊരാളുമായിട്ട് സംവദിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. തുടങ്ങുന്നത് തന്നെ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നോക്കിയാൽ കാണാം. ഒരിക്കൽ റസൂല് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? നിങ്ങൾക്കിടയിൽ ആ ഒരു കാര്യം നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ, കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ആ ഒറ്റമൂലിയായി പരിചയപ്പെടുത്തിയത് സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സലാം പറയുക എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷനാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മളോട് തിരിച്ചു പറയാൻ പറഞ്ഞ വ അലൈക്കും അസ്സലാം എന്നല്ല, വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ അഭിസംബോധനം ചെയ്യുക എന്നുള്ളത് സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അത് കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് ആ കമ്മ്യൂണിക്കേഷൻ്റെ ആ തലങ്ങൾ വളരെ പരിമിതപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സേജുകൾ. നമ്മളൊക്കെ ആളുകൾ സംസാരിക്കുന്നതിന് ബദലൊക്കെ സെൻഡ് ദി മെസ്സേജ്, SMS സംവിധാനങ്ങൾ, എല്ലാം വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ഇന്ന് മോജുകളാണ് കുറേ ഉള്ളത്. കുട്ടികളൊക്കെ, നമുക്കൊക്കെ അത് ഗ്രാഹ്യമല്ല. പല മോജുകളും യഥാർത്ഥത്തിൽ വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത്തരം മോജുകൾ വളരെ കൃത്യമായിട്ട് അറിയാം, അനലൈസ് ചെയ്യാൻ അറിയാം, സിമ്പിൾസ് അറിയാം. ഒക്കെ ഷോർട്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ പരിമിതപ്പെട്ടു. 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഒരാശയം വ്യക്തമാക്കാനാണ് ആളുകൾ ധൃതിപ്പെടുന്നത്. അതിനുപോലും ആളുകൾക്ക് സമയമല്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ ബന്ധങ്ങളാണെങ്കിലും വീടിനെയാണെങ്കിലും യഥാർത്ഥത്തിൽ നരകതുല്യമാക്കിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വാക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്നത്. അതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തിനെക്കുറിച്ചൊക്കെ നമ്മളെല്ലാവരും ബോധവാന്മാരുമാണ്. പക്ഷേ ഇപ്പോഴും അത് വീടുകളിൽ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നത് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നമ്മുടെ വീടിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യം, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുമെന്നാണ്. സലാം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. തിരിച്ചു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറയുന്നതോടുകൂടി അടുത്ത വാചകങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പരസ്പരം സംസാരിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം സുദൃഢമാക്കാൻ, ബന്ധം വീടുറ്റതാക്കാൻ, പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ അത്യാവശ്യമാണ്. അത് കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ തകർച്ചകളും പ്രയാസങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. സർ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഈ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മനോഭാവം, അയാളുടെ കാഴ്ചപ്പാട്, അയാളുടെ ക്യാരക്ടർ, ഇതൊക്കെ വ്യത്യസ്തമാണല്ലോ. ഒരു വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 വ്യക്തികളാണവർ. യുണീക്ക് ക്യാരക്ടേഴ്സാണ്, അതുല്യമായ വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഈ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറുക. ഈ പെരുമാറ്റമാണല്ലോ വീട്ടിലുള്ള ആ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാപ്പയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മകൻ, മകൾ, ഉമ്മ, കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഉള്ള ഒരു വിശാലത മക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഉണ്ട് എങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെസ്പെക്റ്റാണ്. അല്ലേ? ആ റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റോട് കൂടിയാവുക എന്നുള്ളത്. ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, അതായത് ഒരുപാട് സംഘർഷങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് തന്നെ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് എന്താണ്? ഒരാൾ പറയുന്നത് മുഴുവനായി കേൾക്കാൻ പോലും സന്നദ്ധമല്ല. ഇപ്പോൾ കൗൺസിലർ എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ
ആഴ്ചയിൽ ഒരു കേസ് വന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. കാരണം കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം സാമ്പത്തിക പ്രയാസത്തിലാണ്. ഇദ്ദേഹം ഒരു ഘട്ടം വരെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്തിരുന്നു. നല്ല സംസാരം ഉണ്ടായിരുന്നു, നല്ല പെരുമാറ്റം ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതോടുകൂടി, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതോടുകൂടി, ഒരു നല്ല പൊസിഷനിൽ നിന്ന് താഴോട്ട് അദ്ദേഹം ഇറങ്ങിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ, ഭാര്യയുമായിട്ടും മക്കളുമായിട്ടുള്ള ബന്ധത്തെ അത് ബാധിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജോലി ഇല്ലായ്മ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഇതാണ് അദ്ദേഹം ഭാര്യയിൽ നിന്ന് പോലും ഒരു അകൽച്ച ഉണ്ടാവാൻ കാരണമാക്കിയ ഘടകം. ഇത് ഭാര്യയ്ക്ക് അറിയില്ല, ഭാര്യ ഇത് മനസ്സിലാക്കുന്നുമില്ല. ഭാര്യ ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്, ഈയിടെയായി 2-3 വർഷങ്ങളായിട്ട് ഭർത്താവ് എന്നോട് അകന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവൾക്ക് സ്നേഹവും പരിഗണനയും ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള പ്രകടമായ കാരണം മാത്രമേ ഭാര്യയ്ക്ക് അറിയുള്ളൂ. എന്നാൽ 3 വർഷമായി ഭർത്താവ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികമായ അവസ്ഥയെക്കുറിച്ച് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ആ ഘട്ടത്തിൽ മാത്രമാണ് ആ സ്ത്രീക്കത് ബോധ്യമാകുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അവിടെ ഭർത്താവിനെ കേട്ടുകൊടുക്കാൻ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് കേൾക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി ഏകദേശം 3 മണിക്കൂർ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 മണിക്കൂർ ചിലവഴിച്ചു എന്നുള്ളത് ആക്റ്റീവ് ലിസണിംഗ് ആണ്. ഈ ആക്റ്റീവ് ലിസണിങ്ങിൽ കൂടി തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ലിസണിങ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, പരസ്പരം തിരിച്ചറിയുക, ഇതൊക്കെ കുടുംബത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. കേട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ പറയാൻ ഒരുപാടുണ്ട് അവർക്ക്. ആ പറയുന്നത് കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കാൻ മറ്റുവിടങ്ങളും മറ്റു ആളുകളെയും ആരായിരുന്നാലും തേടിപ്പോകും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച. അപ്പം അതുകൊണ്ട് നമ്മളെ വീടിനകത്ത് പരസ്പരം കേൾക്കാൻ, അതുപോലെ തന്നെ പരസ്പരം തിരിച്ചറിയാൻ, പ്രത്യേകിച്ചും ആ കാര്യം അല്ലേ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, അതുപോലെ എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, അവരേത് രൂപത്തിലാണുള്ളത്, എന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ അവർക്കുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് പരസ്പരം കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കൂ. അവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് അകൽച്ചയായി പതിയെ ചെറിയ അകൽച്ചയായിട്ട് പിന്നീട് അത് വലിയ അകൽച്ചയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്ത കാര്യങ്ങളും ലിസണിങ്ങൊക്കെയാണ് സാർ നമ്മൾ പറഞ്ഞത്. അതുപോലെ വീട്ടിൽ ഉള്ള ഇന്നിപ്പോൾ മക്കളുണ്ടാവുമ്പോൾ മക്കളനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ വീടിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിലുള്ള സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും മക്കളുടെ വളർത്തലിൽ വരുന്ന അപാകതകളാണ് അല്ലേ. ഒരു കുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ജനിക്കുന്നതോടുകൂടി അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലുള്ള ഗൃഹനാഥയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളത് ഒരു വലിയ ത്യാഗമാണ്. അപ്പോൾ ഈ കുട്ടി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കുടുംബത്തിലാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിൽ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജനിക്കപ്പെട്ട കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിൽ ആ പ്രശ്നങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗർഭധാരണം നടന്നു, പ്രസവം നടന്നു, പ്രസവത്തിന് ശേഷം ആ കുട്ടിയെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗം നിർവഹിക്കുന്നത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. ഇതവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീട് സമാധാനപൂരിതമാവണം എന്ന സ്വപ്നം ഇല്ലാതെയാക്കുന്ന ഒരു പാരൻറ്റിങ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവില്ലായ്മ അല്ലേ, അതുണ്ടാവേണ്ടത് ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. ആ ഇഷ്യൂ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ കുറേയൊക്കെ ഉണർവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിവാഹിതയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു രക്ഷിതാവ് വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസം 7ാം ക്ലാസ്സാണ്,
അദ്ദേഹം ഹൈ പ്രൊഫൈലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ മകളെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റങ്ങളുള്ള രക്ഷിതാക്കൾ ഞാനും എൻ്റെ ഭാര്യയും വൈവാഹിക ജീവിതം നയിച്ചതുപോലെയല്ല ഇന്നത്തെ കുട്ടികളെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയുമായിട്ട് കൗൺസിലിങ്ങിന് വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. ഇതുപോലെ നിങ്ങളുടെ മകൾ ആരാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ വ്യക്തിക്കും ഇതുപോലെയുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഇത് ടാലിയാവുള്ളൂ. ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്നുള്ളത് ഉണ്ടാവാനുള്ള കാരണം, റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള ചേരുവ എന്താണ്, റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തിയറി അല്ലേ, തിയറി അറിഞ്ഞാലല്ലേ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിയററ്റിക്കൽ നോളജ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നില്ല, നമ്മളാരും കൊടുക്കുന്നുമില്ല. അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാതെ, അറിവില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു. സ്വാഭാവികമായിട്ട് അല്ലേ, ഒരാൾ ഡ്രൈവിംഗ് അറിയാതെ ഡ്രൈവിംഗ് നടത്തി കഴിഞ്ഞാലുണ്ടാവുന്ന അപകടങ്ങൾ എന്താണോ അത് മറിറ്റൽ ലൈഫിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. വണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇടിക്കും, ബോഡിക്ക് ഡാമേജ് സംഭവിക്കും. ഇതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ജീവിതം കൃത്യമായ അവബോധമില്ലാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കറിയുന്ന രൂപത്തിൽ നാട്ടിലുള്ള ഒരു അറിവനുസരിച്ച്, അല്ലെങ്കിൽ സൗഹൃദത്തിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച്, അല്ലെങ്കിൽ പാരൻസ് കൊടുത്ത അറിവനുസരിച്ച് അവർ ദാമ്പത്യം അങ്ങ് നടത്തുമ്പോൾ കുറേയൊക്കെ ശരിയാവും. മറ്റേ കുട്ടി പറഞ്ഞില്ലേ, ചില ആളുകളുടെ ഇത് ശരിയാവും, ചിലത് ശരിയാവില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കൂ, ഈ ഒരു സംവിധാനത്തിൻ്റെ ശാസ്ത്രീയമായ ഒരു സിസ്റ്റം ആലോചിച്ച് നോക്കൂ. ഒരു റെക്കോർഡിംഗ് എന്നുള്ളത് നടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമ്മേളിക്കേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ റെക്കോർഡിംഗ് നടക്കില്ല. ഒരു റെക്കോർഡിങ്ങിന് പോലും മണിക്കൂറുകൾ അധ്വാനിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സർജറി നടക്കുന്നില്ല. അനസ്തീഷ്യ കൊടുക്കുന്ന ആളെ തയ്യാറാക്കണം, സർജൻ തയ്യാറാവണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ തയ്യാറാവണം, അതിനുള്ള നല്ല ഒരു മൂഡ് ഡോക്ടർക്ക് വേണം, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ കറക്റ്റാവണം, അദ്ദേഹത്തിന് ആരോഗ്യം വേണം, അതിനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് അവിടെ വേണം. ഇതൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു നല്ല സർജറി ഹോസ്പിറ്റലിൽ നടക്കുന്നുള്ളൂ. എന്നിട്ട് പോലും അതിൽ അപാകതകൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ ഉദാഹരണം എന്തിനാണ് പറഞ്ഞത്, വൈവാഹിക ജീവിതം എന്നുള്ളത് ഒരു സർജറി ആയിട്ട് നമ്മൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും പലരും ഒരു തയ്യാറെടുപ്പും നടത്താതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണിന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ വിവാഹത്തോട് നോ പോലും പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ, പണ്ട് വാപ്പയും ഉമ്മയും ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കൂല. കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ, വളരെ ലൈവായ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഭർത്താവ് ഒരു സാധാരണ ജോലിക്കാരനാണ്. ആ കുടുംബത്തിലെല്ലാവരും പിന്നെ ബ്രദേഴ്സൊക്കെ തന്നെ ഇയാളുടെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുകയാണ് പിന്നെ ഉത്തരേന്ത്യയിലേക്ക് മനാലി പോലുള്ള സ്ഥലത്തേക്ക് ടൂർ പോകാൻ വേണ്ടി. അപ്പോൾ വാപ്പയോട് പറയാണ് ഞങ്ങൾ ടൂർ പോവാണ്. അപ്പോൾ വാപ്പ മകനോട് പറഞ്ഞു, ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പോകണ്ട. ഇതാ മകന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഭാര്യ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടും അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യത്തിന് പെട്ടെന്ന് വാപ്പ നോ പറഞ്ഞു. നോ പറഞ്ഞതോടുകൂടി ആ പയ്യൻ എന്ത് ചെയ്യുന്നു, വണ്ടിയെടുത്ത് പോവാണ്. അവൻ്റെ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ടു. മാനസികമായൊരു ഡിസോർഡറിലേക്ക് നീങ്ങി അല്ലേ. ആ ഡിസോർഡറിലേക്ക് നീങ്ങി പിന്നീട് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം വിളിച്ചത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നാട്ടിലില്ല, അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ ഞാൻ സജസ്റ്റ് ചെയ്തു, അവിടേക്ക് എത്തി. കാരണം ഈ പ്രശ്നത്തിൽ നിന്നും അയാൾ താൽക്കാലികമായി മോചിപ്പിക്കപ്പെടണ്ടേ. അപ്പോൾ പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് ഈ കേസ് കമ്പലായിട്ട് വരികയാണ്. വന്ന സമയത്ത് ഞാൻ രണ്ടുപേരോടും ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഭർത്താവിന് ഭാര്യയോടോ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഹാപ്പി അല്ലേ, നിങ്ങൾ നല്ല രൂപത്തിലെ പ്രശ്നം എവിടെ കിടക്കുന്നത്?
വീട്ടിലാണ്. വീട്ടിൽ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ ഇവരാണ് അതിലെ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു അറബിക് കോളേജിൽ 2 വർഷം പഠിച്ച കുട്ടിയാണ്. ആ മോള് പറയുന്നത്, വാപ്പ ഉമ്മ പറയുന്നത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഈ മദർ ഇൻ ലോ പറയുന്നത്, എൻ്റെ ജീവിതകാലത്ത് ഞാൻ മരുമകളായ സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊക്കെ ഈ അവസ്ഥയിലെത്തിയത്. അപ്പം മരുമകൾ ചോദിക്കുന്നത്, ഞങ്ങളും എൻ്റെ അമ്മായിമ്മൻ്റെ മാതിരി തന്നെ അനുഭവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ജനറേഷൻ തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ ഈ ഉമ്മാക്കും ഉപ്പാക്കും അല്ലെങ്കിൽ അമ്മായിമ്മക്കും അമ്മോഷനും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾ ഒരു വലിയ കാരണമാണ് പ്രശ്നങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, വീട്ടിൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ചേരുവകൾ വേണം. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം, ഏതൊരു സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിലും നമ്മുടെ നാടുകളിൽ ട്രെയിനിങ് നടത്താനും അതിനെക്കുറിച്ചുള്ള കോച്ചിങ് നൽകാനും അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ ഗുണമേന്മകളൊക്കെ പറയാനും പഠിപ്പിക്കാനും സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ജീവിതകാലം ജീവിക്കുന്നിടത്തോളം കാലം, ജീവനുള്ളിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ എത്രയുണ്ട്, അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം തയ്യാറാവുന്നുണ്ട് എന്നൊരു ചോദ്യം പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ട് പോവാറുള്ളത് എന്നാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ ആ മുൻകരുതലുകൾ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാം? അപ്പം അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെയൊക്കെ ആ വൈവാഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവണമെന്നാണ്. പലപ്പോഴും ഇതൊക്കെ കുഞ്ഞുനാളുകളിൽ മദ്രസകളിൽ നിന്ന് വളരെ കുറച്ച് ബാലപാഠങ്ങൾ മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷെ അതിനുശേഷം നമ്മുടെ മക്കളാരും ഒരു ദീനീ സംരംഭത്തിലോ അല്ലെങ്കിൽ ഒരു ദീനീ സംവിധാനത്തോടു കൂടിയോ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഒരു വിവാഹ ജീവിതത്തിനെക്കുറിച്ചും അവിടെ തനിക്കുള്ള ഉത്തരവാദിത്തത്തിനെക്കുറിച്ചും തൻ്റെ ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, അവിടെയുള്ള മറ്റു ആളുകളോടൊക്കെ ഉള്ള തങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ചൊന്നും പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ്. അതൊക്കെ ബന്ധങ്ങൾ തകരാൻ, കുടുംബം സന്തോഷമുള്ളതിൽ നിന്നും സങ്കടത്തിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കുന്നു എന്നുകൂടി പറയുകയാണ്. ഇവിടെ ഈ ലൈഫ് സ്റ്റൈലുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഒരു വീട്, അവിടെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിതശൈലി, മറ്റേ വീട്ടിലുള്ള ജീവിതശൈലി, ഈ അന്തരം അല്ലേ. ഇപ്പോൾ കുറഞ്ഞ മെമ്പേഴ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കൂടുതൽ മെമ്പേഴ്സുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും കുറേ കുടുംബാംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ കുട്ടി മാറേണ്ടതുണ്ട്. അപ്പോൾ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ ഈ കൾച്ചറൽ ഡിഫറൻസ്, സാംസ്കാരികമായിട്ടുള്ള ആ ഒരു വ്യത്യാസം കാരണം നമ്മളെവിടെയാണോ ചെന്ന് എത്തുന്നത് ആ ചെന്നെത്തുന്ന സ്ഥലം നന്നാക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ. വീട്ടിലിപ്പോൾ 15-18 കൊല്ലം ജീവിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ റോൾ മോഡലായിട്ടുള്ളത് അവളുടെ ഉമ്മയും ഉപ്പയും അവളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയിരിക്കും. എന്നാൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും ജീവിത മൂല്യങ്ങളും സൂക്ഷിക്കുന്ന ഒരു വീട്ടിലേക്ക് ഈ കുട്ടി പറിച്ച് നടപ്പെടുമ്പോൾ അവിടെ എത്തി അവരോട് സമരസപ്പെടാൻ സാധിക്കാതെ വരിക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരു കുട്ടി ഒരു നഗര വീട്ടിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ജില്ലകൾ മാറുമ്പോൾ അതും പ്രശ്നമാണ്. ഇതൊന്നും വിവാഹം അന്വേഷിക്കുമ്പോഴോ തീരുമാനിക്കുമ്പോഴോ ശ്രദ്ധിക്കാറില്ല. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് പാളിപ്പോയി എന്നുള്ളത് അവർ പോലും ചിന്തിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാ തലങ്ങളെ സംബന്ധിച്ചും അനുഭവ സമ്പത്തുള്ള പ്രായമുള്ള ആളുകൾ, പക്വതയുള്ള ആളുകൾ, വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് പ്രണയവിവാഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുട്ടികൾ പോലും വാശി പിടിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ സംഗതി അപ്പങ്ങ് നടന്നു കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടാക്കുന്ന റീപർക്കേഷൻസ്, അനന്തര ഫലങ്ങൾ എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു മാനസിക വിശാലത പലപ്പോഴും കുട്ടികൾക്കില്ല. അപ്പോൾ വീടകങ്ങൾ സന്തോഷത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വീട്ടിൽ ഉള്ള അംഗങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഗൃഹനാഥന് വലിയ പങ്കുണ്ട്. അപ്പോൾ വീടിൻ്റെ ഒരു രക്ഷാകർത്താവായി നമ്മൾ ഇസ്ലാം പരിഗണിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്നത് പുരുഷനെയാണ്.
അതാണല്ലോ അരിജാലു ഖവ്വാമൂന അല നിസ എന്നുള്ള ആയത്ത്. വണ്ടിയുടെ ഡ്രൈവർ പുരുഷൻ തന്നെയാണ്. അപ്പോൾ ആ ഗൃഹനാഥന് ഒരു കാഴ്ചപ്പാട് വേണം. ഞാനൊരു രക്ഷിതാവാണ്, ഒരു കുടുംബത്തിൻ്റെ നായകനാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വരവ് എന്താണ്, ചിലവ് എന്താണ്, ഇവിടെയുള്ള അംഗങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഡിസിപ്ലിൻ എന്താണ്, കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ഒരു പ്ലാനിങ് ഈ രക്ഷിതാവിനുണ്ടെങ്കിൽ ആ വീട് സ്വർഗതുല്യമാവും. എന്നാൽ ഇന്ന് പലപ്പോഴും രക്ഷിതാവ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. എന്തോ ഒരു വെപ്രാളത്തിൽ എല്ലാവരും അങ്ങനെ ഓടുകയാണ്. ആർക്കും പ്ലാനിങ് ചെയ്യാൻ നേരമില്ല. രക്ഷിതാവും കുട്ടികളും തമ്മിൽ കാണുന്നില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നില്ല. കണ്ടാൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ കടിച്ചു കീറലുകളാണ് അല്ലേ? കാരണം എന്താണ്? ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിലാണ് ആളുകളുള്ളത്. സാമ്പത്തികമായ പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചിലവ് കൂടുന്നു. ഇപ്പോൾ ഒരു കിലോ സാധാരണ നെയ്ച്ചോറിൻ്റെ അരിക്ക് അല്ലേ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാണ്, സാധാരണ 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ അരി ഇന്ന് 130 രൂപയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അത് 30 രൂപയല്ലേ എന്ന് നമ്മൾ പറയണ്ട. അതുപോലെ ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം അപ്പുറത്തുണ്ടാവുന്നില്ല. ഇത് കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിരിമുറുക്കം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാണ്? രക്ഷിതാവാണ്. രക്ഷിതാവാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ത് എന്ന് ഒന്നിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. കുടുംബത്തിലുള്ള ഉമ്മയും ഉപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് നമ്മുടെ വരുമാനം എന്താണ്, നമ്മുടെ ചിലവ് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഈ മാസം മുന്നോട്ട് പോവേണ്ടത് അല്ലേ, ഇതൊരു കൂടിയാലോചന, ഒരു മുഷാവറ ആ വീടിൻ്റെ ഉള്ളിൽ വേണ്ടേ. അപ്പോൾ എല്ലാം സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട് സന്തോഷത്തിൻ്റെ ഒരു കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഗൃഹനാഥൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവേണ്ടത്. ആ ഗൃഹനാഥൻ അത് വളരെ സീരിയസ് ആയി കാണേണ്ടതുണ്ട് അല്ലേ. ഏത് ഇപ്പോൾ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യം 1-ാം ക്ലാസ് അല്ലെങ്കിൽ LKG ആണല്ലോ തുടങ്ങുന്നത്. ആദ്യം 8-ാം ക്ലാസ് തുടങ്ങൂലല്ലോ. അപ്പോൾ ആ 1-ാം ക്ലാസ് തുടങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ സംവിധാനങ്ങൾ വേണമെന്നുള്ള കൃത്യമായ ആലോചന നമ്മൾ നടത്തും. എത്ര ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യണം, എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം, ആ സ്ഥാപനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ റൺ ചെയ്യാൻ വേണ്ട പ്രൈമറി റിക്വയർമെൻറ്റ്സ്, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ടാണ് ഒരു സ്ഥാപനം തുടങ്ങുക. ഇതുപോലെ ഒരു ഫാമിലി യൂണിറ്റ് നമ്മൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആ ഗൃഹനാഥനും ഗൃഹനാഥക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾക്കുണ്ടാവുന്ന മക്കൾ എന്താവണം അല്ലേ. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻസ് നമ്മളവരെ ചില കാര്യങ്ങളിൽ മാതൃകയാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ പ്ലാൻ ചെയ്യുകയാണ്. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ വേണം, രണ്ടാമത്തെ എങ്ങനെ വേണം, വീട് എങ്ങനെ വേണം. ആ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് ആദ്യം അവർ കൃഷിയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ വീടുണ്ടാക്കുന്നത്. അവരേറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻസ് അവർ ഡിവോട്ട് ചെയ്യുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്. നമ്മുടെ കാഴ്ചപ്പാട് തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന വലിയ വീടാണ്, എന്നിട്ടൊരു പെയിൻ്റ് അടിക്കാനുള്ള വരുമാനം പോലും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ സമാധാനത്തിന് വേണ്ടി മസ്കൻ ഉണ്ടാക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മസ്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്നത് പലിശക്കുള്ള ലോണാണ്. ആ ലോൺ ഉള്ള സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇസ്ലാം പ്രൈമറി ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മൾ ലംഘിക്കുന്നുണ്ട്. ഈ ലംഘിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പലിശ സമാധാനം കളയും. അപ്പോൾ ഇസ്ലാമിക മൂല്യങ്ങളുടെ തിരസ്കരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കുടുംബത്തിൽ ഒരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ്ങിന് നേതൃത്വം നൽകേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ബജറ്റ് അത് എന്തായാലും നിർബന്ധമാണ്. കാരണം ഇന്ന് വരുമാനത്തിൽ കൂടുതൽ ചിലവുകൾ വരുന്ന കുടുംബമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അവിടെ പരസ്പരം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ, അത് തിരിച്ചറിയാൻ ഭാര്യക്കോ മക്കൾക്കോ സാധിക്കുന്നില്ല എന്നുള്ള അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ. അപ്പം അവിടെ വ്യക്തമായൊരു പ്ലാനിങ്, പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ, വരുമാനത്തിനനുസരിച്ച് ചിലവുകൾ വരുത്താനും അവിടെ ആവശ്യങ്ങളെന്ത്, അത്യാവശ്യങ്ങളെന്ത്, അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരാവശ്യമല്ലാതെ വെറുതെ വാങ്ങിക്കൂട്ടുന്ന ഒരു പർച്ചേസിങ് മാനിയ നമ്മുടെ കുടുംബത്തിലുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. അഥവാ സമാധാനം കളയുന്ന കാര്യമാണിത്. ആ സമാധാനം കളയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ,
അതോടൊപ്പം വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ അവ നിർവഹിക്കാൻ ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ നമ്മുടെ ക്യാഷ് കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പർച്ചേസിങ്ങോ നമ്മൾ നടത്തരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സാർ, ഇതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞു വീട് വെക്കാൻ ലോണുകൾ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവിടെ തുടങ്ങുന്നത് ഒരു ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീടൊക്കെ ആയി സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അവർക്ക് സാധിക്കില്ല. പിന്നീട് അടുത്ത അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വീണ്ടും ഇന്ന് ഇ എം ഐകൾ എന്താണ് ലഭ്യമാണ്. പല വീട്ടു സാധനങ്ങളും വാങ്ങുന്നത് പോലും അങ്ങനെയുള്ളൊരു ലോൺ വ്യവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വീട്ടിൽ സമാധാനം തകർക്കുകയല്ലേ ചെയ്യുക. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കുടുംബമൊക്കെ എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടി പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുമ്പ് വായിച്ച ഒരു വൺ ആക്ട് പ്ലേ ആണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ദി നെവർ നെവർ നെസ്റ്റ്. ഒരിക്കലും സ്വന്തമാവാത്ത ഒരു വീട് എന്നുള്ളതാണ് അതിൻ്റെ തീം. അതായത് ഓണ്ട് ജെയിൻ എന്ന ഒരു കഥാപാത്രം, ജാക്ക് ആൻഡ് ജിൽ എന്ന രണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർ വീട് വാങ്ങുകയാണ്. അപ്പോൾ ഇവർക്ക് ഏക ആശ്രയമായിട്ടുള്ള ഇവരുടെ ഓൺ ജെയിൻ ഇവർക്ക് കുറച്ച് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണത്തിനനുസരിച്ചുള്ള വീടും സംവിധാനങ്ങളും ഫർണിച്ചറും ഒക്കെ ആ വീട്ടിലുണ്ട് എന്നുള്ള രീതിയിലാണ് അമ്മായി അവരുടെ വീട് സന്ദർശിക്കുന്നത്. ആ സമയത്ത് അമ്മായിയോട് ജാക്കും ജില്ലും സംസാരിക്കുന്ന ആ സംഭാഷണമാണ് ആ കഥയുടെ കഥാതന്തു. ഒരിടത്ത് പോയിട്ട് അവരിയ്ക്കുമ്പോൾ ഇത് നിങ്ങളുടേതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, മുഴുവനായി ഞങ്ങളുടേതല്ല, അതിൻ്റെ ഒരു കാല് മാത്രം ഞങ്ങളുടേതാണ്. കാരണം ഈ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിലാണ് ആ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വീട്ടിലുള്ള ഒന്നും അവരുടേതല്ല. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുണ്ടായപ്പോൾ ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പോലും കടമാണ്. അപ്പോൾ അമ്മായി അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം ഈ വീട്ടിലുള്ള ഒന്നും നിങ്ങളുടേതല്ല, അതൊക്കെ നിങ്ങൾ തവണ വ്യവസ്ഥയിൽ വാങ്ങിയതുകൊണ്ട് ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഹിയർ. അപ്പോൾ പോകുന്ന സമയത്ത് ഓൺ ജെയിൻ അവർക്ക് കുറച്ച് പൈസ ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജാക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ക്യാഷ് അവരുടെ വീട്ടിലുള്ള നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിടുകയാണ്. അപ്പോൾ എന്തിനാണ് നേഴ്സിൻ്റെ അടുത്ത് കൊടുത്തേക്കുന്ന? ഹോസ്പിറ്റൽ ബില്ല് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതായത് അറ്റ്ലീസ്റ്റ് അവർ ബേബി ഈസ് അവേഴ്സ്. ചുരുങ്ങിയത് നമ്മുടെ ഒരു കുട്ടിയെങ്കിലും നമ്മുടേത് സ്വന്തമാവട്ടെ. ഒരു വലിയ മെസ്സേജാണ് യഥാർത്ഥത്തിൽ ആ ഒരു നാടകത്തിൽ കൂടി കൈമാറപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം, ഒരു കാറ് വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലൊന്നും വേണ്ട, ഒരു 10 രൂപ ഉണ്ടായാൽ മതി എന്നുള്ളതാണ് പരസ്യം. സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ഇന്ന് കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിൽ ഈ അടുത്ത് ഒരു കുഞ്ഞിനോട് കുട്ടിയോട് ചോദിച്ചു, മോനെ എൻ്റെ ഫോണിൻ്റെ വില എത്ര? അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് 45,000 ആണ്. ഞാനൊരു കോളേജ് അധ്യാപകനായിട്ട് പോലും എൻ്റെ മൊബൈൽ ഫോണ് ആ ഒരു റേഞ്ചിലുള്ളതല്ല. ഞാൻ പറയുന്നത്, ഇന്ന് ഒരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാത്ത, പഠിച്ച് എവിടെയും എത്താത്ത കുട്ടികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? വലിയ എക്സ്പെക്റ്റേഷൻസിലാണ് അവർ ജീവിക്കുന്നത്. ഈ ഒരു കൾച്ചർ, അതാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത്, അതാണ് നമ്മുടെ ബാലൻസ് തെറ്റിക്കുന്നത്. അപ്പോൾ ഇതിനെതിരിൽ കൃത്യമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ നശിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഹറാമായ രൂപത്തിലാണ് ഇവർ പണം ഉണ്ടാക്കുന്നത്. ഈ അടുത്ത് എൻ്റെ ഒരു കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഗെയിംസിൽ കൂടി പൈസ സമ്പാദിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്ത് ഗെയിംസിൽ കൂടി എങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടുക? ഗെയിമിനുള്ള കാര്യങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രീ ഫയർ പോലെയുള്ള ചില ഗെയിമുകളുണ്ടല്ലോ, അതിലൊക്കെ വരിക്കാരെ ചേർത്ത് കൊടുത്താലും അതിൻ്റെ ആ ഓപ്ഷൻസ് വിൽപ്പന നടത്തി കഴിഞ്ഞാലും കുട്ടികൾക്ക് പണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഹറാം എന്ത് ഹലാൽ എന്ത് എന്ന് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നൂതനമായ ടെക്നിക്സ് അപ്ലൈ ചെയ്യാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വീട്
സഞ്ചരിക്കുന്നത്, സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അടിത്തറ ലംഘിച്ചുകൊണ്ടാണ് വീട് എന്നുള്ള സംവിധാനം മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കേണ്ട വിഷയം ഹറാം എന്താണ്, ഹലാൽ എന്താണ്, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് അതെന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ കുട്ടികൾ എവിടെയോ എത്തിയതിന് ശേഷം അല്ലേ, ഹലാലല്ലാത്ത രൂപത്തിൽ എവിടെയോ എത്തിയതിന് ശേഷം പിന്നെ അതിൽ നിന്ന് വേർതിരിയാൻ തിരിഞ്ഞു പോരാൻ അവർക്ക് സാധിക്കുകയില്ല. ഹലാലുകൾ ഹറാമുകൾ അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ഹറാമായ ഒരു കാര്യവും എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏണിങ്സ് അഥവാ ഇൻകം, വരുമാനം ഉണ്ടാക്കുക എന്നത് അവരുടെ വലിയ ആഗ്രഹവും ചിന്തയുമാണ്. ചെറിയ കുട്ടികളോട് പോലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് വേണം എന്നതാണ് അവർക്ക് പറയാനുള്ളത്. നേരത്തെ സർ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ക്യാഷ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർ പറയാറുള്ളത് ഒരു നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോൺ, ഒരു ഐഫോൺ വേണം, അല്ലെങ്കിൽ ഐപാഡ് വേണം, ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അവരുടെ ആഗ്രഹം പറഞ്ഞാൽ യാത്രകൾ, തങ്ങളുടെ കൂട്ടുകാരും ഒന്നിച്ചുള്ള യാത്രകൾ, അതും ചെറിയ ഏതെങ്കിലും സ്ഥലങ്ങളൊന്നല്ല, പലപ്പോഴും ചെറിയ കുട്ടികൾ പോലും പറയുന്നു വലിയ മറ്റു വിദേശ രാജ്യങ്ങളിലെ ഹൈ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കുക എന്നത് കുട്ടികളുടെ മനസ്സിൽ ഇന്ന് ധാരാളമായിട്ട് നമ്മൾ കണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഏണിങ്സ് എന്നത് ഉണ്ടാവണം, അത് പഠിക്കണം, നല്ല രൂപത്തിലൊക്കെ അത് നേടാനുള്ള സംവിധാനങ്ങൾ, പ്രോത്സാഹനവും മക്കൾക്ക് നമ്മൾ കൊടുക്കണം. പക്ഷേ അവിടെ ഹലാലും ഹറാമും വ്യക്തമാക്കിയിട്ട് മാത്രമേ നമ്മളെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ മക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്നും പാടേ ഒഴിവാക്കേണ്ടതാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാർ, അപ്പോൾ EMIയുടെ വ്യവസ്ഥയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഹലാലും ഹറാമും വ്യക്തമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ, അവിടെ ഹലാലായതിലൂടെ മാത്രമേ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും കയറി വരൂ എന്ന് തീരുമാനിച്ചാൽ സന്തോഷം ഉണ്ടാവാനുള്ള വലിയൊരു കാരണം അത് തന്നെയാണ്. അതിപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി അതിരാവിലെ എഴുന്നേറ്റ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയാണല്ലോ. അപ്പോൾ 3-4 ദിവസം ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷണം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പുറത്തെ വീട്ടിലുള്ള പിന്നെ ഈ ഈത്തപ്പഴം എൻ്റെ വീട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അത് എടുത്തു പോയി തിന്നും. അതായത് അവർ അത്തരം കാര്യങ്ങൾക്ക് കൊടുത്ത ഒരു സൂക്ഷ്മത ഇന്ന് നമുക്ക് ഒട്ടും ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ്. നമ്മുടെ ഏണിങ്സ്, ആ ഏണിങ്സിൻ്റെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് പരിഹാരം. കാരണം ആത്യന്തികമായി നമുക്ക് സമാധാനമാണ് കിട്ടേണ്ടത്. സമാധാനം നൽകേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു സമാധാനം തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അല്ലാതെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹാപ്പിനെസ് ഒരിക്കലും നമുക്ക് കിട്ടൂല. ഇന്ന് ആളുകൾ ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. അത് സന്തോഷം നൽകുന്നുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അത് ടൈം ബൗണ്ടാണ്. അത് ശാശ്വതമായ സമാധാനമോ സന്തോഷമോ അല്ല. ചിലപ്പോൾ ഒരു മണിക്കൂർ അവർക്ക് എല്ലാം മറന്നുകൊണ്ട് ലഹരിയുടെ ഒരു ലോകത്തേക്ക് പോകാൻ സാധിക്കും. പക്ഷെ ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വലിയ പിന്നെ അധപ്പതനത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹക്കൂടിന് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്, വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളെ ദിശാബോധത്തോടുകൂടി വളർത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. രക്ഷിതാക്കൾ ഇത് സീരിയസ് ആയി കാണേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. വലിയ രോഗങ്ങൾ ഉണ്ടായിട്ട് ആ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിന് ബദൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ ഊർജിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് എനിക്ക് തോന്നുന്നു. അൽഹംദുലില്ലാ, വീട് സമാധാനമുള്ള വീടായിത്തീരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ചർച്ചയുടെ ആദ്യ ഭാഗമാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വീടുകളിലൊക്കെ അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മാർഗങ്ങളിലൂടെ, അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ സമ്പാദിക്കാനും അനുവദിച്ച രീതിയിൽ അത് ചെലവഴിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇന്നും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയ ബഹുമാനനായ സഹസറിനുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ
എല്ലാവരും ഉണ്ടാവണം, സ്നേഹക്കൂടുണ്ടാവണം, പീസ് റേഡിയോ ഉണ്ടാവണം, ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവണം, നമ്മുടെ പണ്ഡിതന്മാർ വേണം, എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.